ബി.ജെ.പിക്ക് നേരെ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശിലെ സംഭലിൽ ജനക്കൂട്ടവും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർ മരിച്ച സംഭവത്തിൽ ബി.ജെ.പിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ബി.ജെ.പി അധികാരം ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെയോ സംസ്ഥാനങ്ങളുടെയോ താൽപര്യം സംരക്ഷിക്കാനല്ല, മറിച്ച് ഹിന്ദു മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കാനാണെന്നാണ് രാഹുൽ കുറ്റപ്പെടുത്തിയത്. സംഭലിലെ പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി സുപ്രീം കോടതി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭലിലെ മുസ്ലിം പള്ളിയിൽ സർവേ നടത്താനെത്തിയ സംഘത്തെ ജനക്കൂട്ടം തടഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലും പോലീസ് നടപടിയിലും പ്രദേശവാസികളായ 4 പേരാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അക്രമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 18 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡ്രോണിന്റെ സഹായത്തോടെയാണ് പോലീസ് പ്രതിഷേധക്കാരെ കണ്ടെത്തിയത്. അതേസമയം ഉത്തർപ്രദേശിലെ സംഭലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തിടുക്കത്തിലുള്ളതും പക്ഷപാതപരവുമായ നടപടി ദൗർഭാഗ്യകരമാണെന്നും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നുവെന്നും എല്ലാ വിഭാഗങ്ങളെയും കേൾക്കാതെ അലംഭാവത്തോടെ സർക്കാർ സ്വീകരിച്ച നടപടി അന്തരീക്ഷം കൂടുതൽ വഷളാക്കുകയും ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്തം ബി.ജെ.പി സർക്കാരിനാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ച സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സർവേ നടത്താനെത്തിയ സംഘത്തെ ജനക്കൂട്ടം തടയുകയായിരുന്നു. സർവേക്കെത്തിയ പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും തയ്യാറായില്ലെന്നും പോലീസിനും വാഹനങ്ങൾക്കും നേരെ കല്ലെറിയുകയായിരുന്നുവെന്നും പോലീസ് ആരോപിക്കുന്നുണ്ട്. സംഘർഷമുണ്ടാക്കിയവർക്കെതിരെ ദേശരക്ഷാ നിയമം ചുമത്തി കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ വന്നതെന്നും അത് തടസ്സപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പ്രതികരിച്ചു. നവംബർ 29-ന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. സുപ്രീം കോടതി അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടത്. നവംബർ 19-നും സമാനമായൊരു സർവേ നടത്തിയിരുന്നു. ഹരിഹർ മന്ദിർ എന്ന ക്ഷേത്രം മുഗൾ ചക്രവർത്തിയായ ബാബർ 1529-ൽ ഭാഗികമായി പൊളിച്ചു നീക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്.